ഗുലാബ് ജാമുൻ ട്രൈ ചെയ്ത് നോക്കിയാലോ? നല്ല ഈസിയാണ് ഉണ്ടാക്കാൻ. ഗുലാബ് ജാമുൻ ഉണ്ടാക്കുന്നതിനായിട്ട് ഞാനിപ്പോൾ എടുക്കുന്നത് 17 ബ്രെഡ് സ്ലൈസസ് ആണ്. ഇത് ഭയങ്കര ചെറിയ സ്ലൈസസ് ആണ്, അതുകൊണ്ടാണ് ഞാൻ 17 എടുത്തത്. നമുക്ക് ആവശ്യത്തിന് അത്ര എടുക്കാം. അതിൻ്റെ അരികെല്ലാം മുറിച്ചതിന് ശേഷം കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ട് നമുക്ക് കൈ കൊണ്ട് കീറിയിടാം. അത് കഴിഞ്ഞിട്ട് ആവശ്യത്തിന് പാലൊഴിച്ച് നല്ലവണ്ണം കുഴച്ച് എടുക്കാം. തിളപ്പിച്ച് ആറിയ പാലെടുക്കാൻ ശ്രദ്ധിക്കണേ. കുഴച്ചെടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എല്ലാ ബോൾസും ഒരേ അളവാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ചെറിയ സ്പൂണിൻ്റെ സഹായം ഉപയോഗിക്കാം. ഞാനിപ്പോൾ ചെയ്തത് ഒരു ചെറിയൊരു തവിയുടെ അളവെടുത്ത് ആദ്യം 8 ബോൾസ് ആക്കി. പിന്നെ അത് ഭയങ്കര വലുതായി എന്ന് തോന്നിയത് കൊണ്ട് തന്നെ അത് പിന്നെ എല്ലാം ഹാഫ് ആക്കിയപ്പോൾ ടോട്ടലി 16 ബോൾസ് ഉണ്ടാക്കും. മുറിച്ചിട്ട് ഹാഫാക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് നേരത്തെ ഉരുട്ടിയെടുക്കാം. നമ്മുടെ ഉരുളകളെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചീഞ്ചട്ടിയിലാണ് ഫ്രൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ചീഞ്ചട്ടി ചൂടായിട്ട് വരുമ്പോൾ സൺഫ്ലവർ ഓയിലും കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം കുറച്ചെടുത്തു. എന്നിട്ട് നമ്മൾ ഒരെണ്ണം ഇട്ട് നോക്കിയപ്പോൾ പക്ഷേ മുങ്ങുന്നുണ്ടായില്ല. അതുകൊണ്ട് തന്നെ കുറേ ഒഴിക്കേണ്ടി വന്നു. അതായത് നമ്മുടെ ഗുലാബ് ജാമുൻ എല്ലാം ഫുൾ മുങ്ങിക്കിടക്കണം. പിന്നെ നമുക്ക് ഇടയ്ക്ക് എണ്ണയൊക്കെ നമുക്കൊന്ന് നല്ല സർക്കുലർ മോഷനിലൊക്കെ തിരിച്ചു കൊടുക്കാം. എല്ലാവർക്കും ഒരേ കളറൊക്കെ വരാനൊക്കെ ആയിട്ടാണ് കേട്ടോ. നമുക്ക് വേഗം ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്ത് വന്നപ്പോൾ ഭയങ്കര കുഞ്ഞായിട്ട് തോന്നി. പക്ഷേ ഷുഗർ സിറപ്പിലൊക്കെ വെച്ച് സോക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല തന്നെ വലുതായി. കണ്ടോ? ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. എല്ലാം വറുത്തെടുത്ത് ഗുലാബ് ജാമുൻ സോക്ക് ചെയ്യാനുള്ള ഷുഗർ സിറപ്പ് തയ്യാറാക്കി എടുത്താലോ? അതിന് ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് പഞ്ചസാരയും 1 കപ്പ് വെള്ളവും ചേർത്ത് നല്ലവണ്ണം തിളപ്പിച്ചെടുക്കണം. നല്ലവണ്ണം ഇപ്പോൾ ഷുഗറൊക്കെ മെൽറ്റ് ആയിട്ടുണ്ട്. ഓഫ് ചെയ്തെടുക്കാം. നേരത്തെ വറുത്ത് വെച്ച ഗുലാബ് ജാമുനുകൾ ഒന്ന് ആറിയിട്ടുണ്ട്. അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഷുഗർ സിറപ്പ് ആഡ് ചെയ്തു. ഞാൻ ഓവർനൈറ്റാണ് സോക്ക് ചെയ്യാൻ വെച്ചത്. ഞാനിത് രാത്രി 8 മണിയൊക്കെ ആയപ്പോൾ ഉണ്ടാക്കിയിട്ട് പിറ്റേ ദിവസം ഉച്ചയ്ക്ക് 11 മണി ടൈമിനൊക്കെയാണ് എടുത്തത് കേട്ടോ. എന്നിട്ട് ഫ്രണ്ട്സിന് എല്ലാവർക്കും ഒക്കെ കൊടുത്തു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ശരിക്കും ബ്രെഡ് വെച്ചിട്ട് ഇങ്ങനെ ഒരു ഗുലാബ് ജാമുൻ ഉണ്ടാക്കാൻ പറ്റുമെന്ന് വരെ അറിഞ്ഞത് ഇപ്പോഴാട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അറിയിക്കണം. ബൈ.